കൈയൊക്കെ മുറിഞ്ഞിപ്പോ മെഡിക്കൽ കോളേജിലാന്ന് പറയുന്നത്. മാനസികമായിട്ട് ആ പിള്ളേർക്ക് എന്ത് പറ്റുന്ന അറിയത്തില്ല. എന്തോ മാനസിക രോഗികളെ കണക്കാതെ പെരുമാറിയ. വൈകിട്ട് 7 മണിക്ക് വണ്ടിയുമായിട്ട് വരുമ്പോൾ എന്റെ മോളെ നിലവിളിയാണ് കേൾക്കുന്നത്. നിലവിളി കേട്ട് ഓടി വന്നപ്പോ എന്റെ മരുമോനെ ഇവര് 4 പേരും കൂടെ ചേർന്ന് അടിക്കുകയാണ്. ഞാൻ തള്ളയ്ക്കും വിളിച്ചുകൊണ്ട് അടിക്കാൻ ശ്രമിക്കുന്നത് തലമണ്ടയ്ക്ക്. ഇത് വെച്ചൊക്കെ അടിച്ചാൽ നമ്മൾ മരിച്ചു പോകത്തില്ല, വൈകി നമ്മളെ കുടുംബം പട്ടിണിയാവത്തില്ല. ഇവന് ചെയ്തിട്ടങ്ങ് പോയാൽ പോരാ, അങ്ങനെ അവൻ ലഹരിയാന്ന് പറഞ്ഞാൽ മതിയോ? അങ്ങനെയാണെങ്കിൽ ഇവനെ പോലെ ഞങ്ങളെയൊക്കെ ലഹരി അടിച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്താൽ പോലെ ഇറങ്ങി. ലഹരിക്കടിമകളായ യുവാക്കൾ കൊല്ലം പോളയത്തോട് സ്ഥാപനങ്ങളും വീടുകളും അടിച്ചു തകർത്തു. കഴിഞ്ഞ ദിവസം രാത്രി 7 മണിയോടെയായിരുന്നു സംഭവം. പോളയത്തോടിന് സമീപത്തെ തോപ്പിൽ പ്രദേശത്തെ വീടുകളിൽ കയറി വീട്ടിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾ അടിച്ചു തകർക്കുകയും സ്ത്രീകളെ ഉൾപ്പെടെ മർദ്ദിക്കുകയും ചെയ്തു. ഇവിടെ നിന്നും നാഷണൽ ഹൈവേയിലേക്ക് എത്തിയ ശേഷം ഇവർ സമീപത്തെ ജ്യൂസ് കടയിൽ കയറി അവിടെ ജ്യൂസ് കുടിക്കാൻ വന്ന യുവാവിനെ മർദ്ദിച്ചു. ഇന്നലെ രാത്രി സമയം ഒരു 7 മണിയോട് നല്ല മഴയായിരുന്നു. ആ സമയത്ത് 5 ചെറുപ്പക്കാര് മദ്യപിച്ച് മയക്കുമരുന്ന് അടിമയായിട്ട് ഒരു മാനസിക രോഗികളെ കണക്ക് ഓടി വരുക. കല്ലുകളൊക്കെ എടുത്ത് ഈ കടകളൊക്കെ അടിച്ചു പൊട്ടിക്കും. അപ്പൊ ഞാൻ ഈ കടയിൽ ജ്യൂസ് കുടിക്കാൻ വേണ്ടി വന്നതാ. പക്ഷെ ഞാൻ മഴയാണ്ട് കയറി നിന്നപ്പോ ഞാൻ വണ്ടിയോട് ഒതുക്കിയിരുത്തി ഒരു ജ്യൂസും പറഞ്ഞിരിക്കുക. മഴ തോന്നിട്ട് പോകാന്ന് വെച്ച് ഞാൻ വീട്ടിലോട്ട് പോവായിരുന്നു വയനാട്. അപ്പോഴാണ് ഈ ബന്ധങ്ങള് ഈ ഭരണി എടുത്ത് എറിഞ്ഞു പൊട്ടിക്കുക, എന്റെ വണ്ടി തട്ടി തറയിടുകയും. അപ്പൊ ഞാൻ ചോദ്യം ചെയ്തപ്പോൾ പെട്ടെന്ന് തന്നെ ഐസ് അടിച്ചു പൊട്ടിക്കുന്ന ഒരു വടി കൊണ്ട് എന്റെ തലക്കടിക്കുകയും അതിനുശേഷം കത്തി എടുത്ത് എന്നെ 3 പ്രാവശ്യം കുത്താൻ ഒന്നുകയും ചെയ്തു. എന്തോ ഭാഗ്യത്തിന് ഈ ചേട്ടൻ മധ്യസ്ഥം പിടിച്ചില്ലായിരുന്നെങ്കിൽ എന്നെ അവര് കുത്തി ഇന്നലെ കൊന്നേനെ. അവര് പരിചയമില്ല. അവന്മാര് ഇവിടെ തിരക്കിയപ്പോ പറയുന്നത് ഇവന്മാർ ആ അയ്യത്തിരുന്ന് നിരം മദ്യപിക്കുകയും മയക്കുമരുന്ന് അടിമയുള്ള ചെറുപ്പക്കാരെന്നാണ് ഇപ്പൊ പറയുന്നത് എല്ലാവരും. അവര് മൊത്തം 5 പേരുണ്ടായിരുന്നു. 3 പേരാണ് അക്രമം കൂടുതൽ അയച്ചു. പിന്നീട് ഈ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്താനായി ഇവിടെ നിന്നും കത്തിയെടുത്തതായും ദൃക്സാക്ഷികൾ പറയുന്നു. സമീപിച്ച ഒരു പയ്യൻ നമ്മളെ കടയിൽ ജ്യൂസ് കുടിച്ചോണ്ടിരുന്നു. അത് ആരാ എന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. നമ്മള് 2 എണ്ണം വന്ന് 3 എണ്ണം ചേർന്ന് അവനെ ഇരിക്കുന്ന രംഗം കണ്ടുകൊണ്ട് നമ്മൾ ഓടിച്ചെന്നപ്പോഴത്തേക്ക് നമ്മള് പിച്ചാത്തി എടുത്ത് നമ്മളെ കടയിൽ നിന്ന് കുത്താൻ. അങ്ങനെ നമ്മള് പിച്ചാത്തി പിടിച്ചു പറിച്ച് അപ്പുറത്തെ കടയിൽ ഒരു തുണിക്കടയുണ്ട്, അവിടെ കയറി ഗ്ലാസ് അടിച്ച് പൊട്ടിച്ച്. അവിടെ നിന്ന് നേരെ വന്ന് പിന്നെന്ന് പറഞ്ഞാൽ എന്റെ വൈഫും മോനും ഒക്കെ കടയ്ക്കകത്തുണ്ടായിരുന്നു, കൊച്ചുമോനൊക്കെ ആയിരുന്നു. അവരെല്ലാം ഇറങ്ങി ഓടാൻ പറഞ്ഞു. അപ്പൊ എമാരെന്ന് പറഞ്ഞാൽ ആ പാട് വയലന്റ് ആയിട്ട് എന്റെ രണ്ട് ഭരണി അടിച്ചു പൊട്ടിച്ച് എന്റെ കടയെല്ലാം അടിച്ച് നശിപ്പിച്ചിട്ട് ഒരു പാറക്കല്ല്, വലിയ കടയിൽ എന്റെ കടയ്ക്കകത്തിരുന്ന പാറക്കല്ലുമാര് പൊക്കിയെടുത്ത് ഒരുത്തം പിടിച്ചു കൊടുത്ത് എന്റെ തലമണ്ടയിൽ അടിക്കാൻ ശ്രമിച്ചമാര്. അപ്പൊ ഞാൻ മരിച്ചു പോത്തില്ലേ, വലിയ പാറക്കല്ലിനൊക്കെ എടുത്ത്. ഞങ്ങൾ കടയെല്ലാം കളഞ്ഞിട്ട് എനിക്ക് 2 സ്റ്റാഫ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ അവരടുത്തെല്ലാം പറഞ്ഞ് ഇറങ്ങി ഓടിക്കോളാൻ പറഞ്ഞ് ഞങ്ങളെല്ലാം ഓടി ജീവനം കൊണ്ട് രക്ഷപ്പെട്ട്. അവന്മാരിവിടെ കിടന്ന് അഴിഞ്ഞാടി. അവന്മാരൊരു 3 പേരുണ്ടായിരുന്നത്. എന്റെ കടയിൽ വരുന്ന 3 പേരാണ്. ബാക്കിയുള്ളവരെല്ലാം ഉണ്ടെന്ന് പറയുന്നത് അവരെ തന്നെ എനിക്ക് അറിയത്തില്ല. നമ്മളിവിടെ ഈ വാർഡിലുള്ള പിള്ളേരാ. ഇത് തടയാൻ ശ്രമിച്ച ജ്യൂസ് കട ഉടമയെയും ഭാര്യയെയും മർദ്ദിച്ചു. പിന്നീട് ഇവിടെ നിന്നും 100 മീറ്റർ അപ്പുറത്ത് പാർക്ക് ചെയ്തിരുന്ന പഴക്കച്ചവടക്കാരന്റെ ഓട്ടോറിക്ഷ തകർത്തു. ഒരു പ്രകോപനവും കൂടാതെ നമ്മളെ വണ്ടിയുടെ ഗ്ലാസ് അടിച്ചു പൊട്ടിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് അവൻ ഇവിടെ കോലാഹലങ്ങൾ സൃഷ്ടിച്ച് എന്നിട്ട് അങ്ങോട്ട് പോയി ജ്യൂസ് കടയൊക്കെ അടിച്ചു പൊട്ടിച്ച് അതിന്റെ അപ്പുറത്തെ കടകൾ അടിച്ചു പൊട്ടിച്ച് ഇതിനകത്തൊക്കെ ഒരുപാട് നഷ്ടങ്ങളുണ്ട്. പിന്നെ വേറെ നേരത്തെ പരിചയമൊന്നും അങ്ങനെയുള്ള ഇതൊന്നുമില്ല, സഹകരണങ്ങളൊന്നുമില്ല. കർപ്പൂരംചേരി പ്രദേശത്തെ യുവാക്കളും പുറത്തുനിന്നും വരുന്ന ലഹരിക്കടിമകളായ യുവാക്കളും ഈ പ്രദേശത്ത് ഇപ്പോഴും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നതായി നാട്ടുകാർ പറയുന്നു. ഇമാർക്ക് കഞ്ചാവ് MDM മദ്യം ഇതെല്ലാം ഉണ്ട്. എല്ലാം വെളി ടീമുകളാണ് കൊണ്ടുവരുന്നത്. ഇത് ആരൊക്കെ കൊണ്ടുവരുന്നതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ഒരു 7-7:30 മണിയാകുമ്പോൾ ഈ സൈഡ് മൊത്തം വെളിയിലെ ചെറുപ്പക്കാർ പിള്ളേരാ. എന്തെങ്കിലും നമ്മൾ ചോദിച്ചാൽ ഇവരെല്ലാം കൂടെ ചൂന്നുകൂടിയാണ് ഈ ഇവിടെ അടിക്കുന്നത്. മടങ്ങി വെച്ചാണ് അടിച്ചേക്കുന്നത് എല്ലാം കിടക്കുന്നത്. എന്റെ മോള ഒരു വൈരാഗ്യവും ഇല്ല. ആക്രമണത്തിനിരയായവരുടെ പരാതിയിൽ 5ഓളം FIR ആണ് പ്രതികൾക്കെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്നത്.